ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ സംഭവം ഇവിടെ ഒരുക്കിയിരിക്കണമെന്ന് നോക്കിയാൽ 3000-ലധികം ഏക്കറിൽ വരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവവും കിട്ടുന്ന രാമോജി ഫിലിം സിറ്റിയുടെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. 1800 രൂപ വരുന്നതാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കർ അടിക്കും. അതിനുശേഷം നമുക്ക് പോകാനുള്ള ബസ് വന്നു. ഈ ബസ്സിൽ കയറി നമ്മുടെ രാമോജി ഫിലിം സിറ്റിയുടെ യുറീക്ക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മളെ ഇറക്കി വിടും. അവിടുന്ന് പിന്നെ ഈ കാണുന്ന ബസ്സിലാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. പോകുന്ന വഴിക്ക് മൈസൂർ പാലസും അരുന്ധതി സിനിമയുടെ സെറ്റും കൃഷിയിലെ സെറ്റും ഒക്കെ കാണിച്ച് ഓരോന്നും വിശദീകരിച്ചാണ് ഗൈഡ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നോർത്ത് സിനിമയ്ക്ക് വേണ്ട സെറ്റിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ജയിലിന്റെ അകത്തൂടെ കയറുമ്പോൾ ജയിൽ പുള്ളികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ സിനിമയും ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഹിന്ദി സിനിമയുടെ അതൊരു ഷൂട്ട് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന മഹാഭാരതത്തിലെ ആ ഒരു സെറ്റാണ്. നോക്കി ഇതെല്ലാം സെറ്റാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം വണ്ടടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പോയത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ വന്നപ്പോൾ ഞെട്ടിച്ചത് ഒറിജിനൽ TTR വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ട എല്ലാ സംഭവം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ പോകുന്ന വഴി പോലും പല സിനിമകളുടെ സെറ്റാണ്. അങ്ങനെ പോയി നമ്മൾ എത്തിയത് ബ്രഹ്മാണ്ഡ ചിത്രമായ നമ്മുടെ ബാഹുബലിയുടെ ഒരു സെറ്റിലാണ്. അതൊരു ഒന്നൊന്നര സെറ്റാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് വന്ന് കണ്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ ഫ്രെയിമും തന്നെയാണ്. എങ്ങോട്ട് ക്യാമറ വെച്ചാലും നമ്മുടെ ആ ബാഹുബലിയുടെ സിനിമ നമ്മളെ ഓർമ്മ വരും. ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നെ അതൊരു ഗംഭീരമായ ഒരു സെറ്റ് തന്നെയാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു നേരവും ഇതിനടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടറും ഉണ്ട്. അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി അടുത്തൊരു സ്പോട്ടിലേക്ക് പോകണം. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉദയനാനതാരത്തിലെ ആ ഒരു ലൊക്കേഷനാണ്. ഇവിടെ കുറെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്പോട്ടുകളുണ്ട്. നമ്മുടെ അവതാർ സിനിമയൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട് ലൈവായിട്ടുള്ള. അതുപോലെ ഗ്രീൻ സ്ക്രീനിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. 3000 ഏക്കറിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ വേണോ, പുറത്തെങ്കും പോകണ്ട, അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏത് നാട്ടിലെ ഏത് സീൻ വേണം, ആശുപത്രി വേണോ, അതും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ക്യാരവൻ വേണോ, അതിന്റെ ലൊക്കേഷനും ഇതിന്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് അടുത്ത ബസ് പോയിന്റ് വരുന്നത്. ഈ അടുത്ത ബസ്സിൽ കയറിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല, അത്രയ്ക്ക് സംഭവങ്ങളുണ്ട് ഇതിന്റെ അകത്തെന്ന് പറയുന്നത്. നമ്മളൊരു പ്രോപ്പർ ആയിട്ടൊരു ടൈം എടുത്തു കഴിഞ്ഞാലാണ് ഏകദേശം ഈ ഒരു ഷെഡ്യൂൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഗുഹയുടെ സെറ്റ് വേണമെങ്കിൽ അതുവരെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ സ്റ്റണ്ട് സീൻ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ പറ്റിയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവമാണ്. വെടിവെക്കുന്നതും ആ സ്റ്റണ്ട് സീനൊക്കെ ശരിക്കും ഒറിജിനാലിറ്റിയാണ് കേട്ടോ. ഒരു 4 മണിയോടെ എല്ലാം കണ്ടു തീർത്താൽ മാത്രമാണ് നമുക്ക് വൈകുന്നേരം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പിന്നെ ഒരു ഈവനിങ് ഷോ ഉണ്ട്. ആ ഷോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഷോയാണ്, ഇത് മിസ് ചെയ്യരുത്. ഇത് ഈ ഷോയ്ക്കൊപ്പം തന്നെ ഒരു DJ ഒരു അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരസ്പരം പരിചയമില്ലാത്തവരെല്ലാവരും ഒരുമിച്ച് ഒരു അടിപൊളി DJ നൈറ്റും ഒക്കെ തീർന്നിട്ടാണ് നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആ ഒരു ഫിലിം സിറ്റി നമ്മളെ നൈറ്റ് ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കിടുക്കൻ അനുഭവമായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടായിരിക്കും നമ്മുടെ രാമോജി ഫിലിം സിറ്റി.